യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും വൈഫൈ യൂസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ. ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെയോ ഒക്കെ വൈഫൈ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത്തരത്തിൽ യൂസ് ചെയ്യുന്ന വൈഫൈയുടെ ഒക്കെ പാസ്വേഡ് നമുക്ക് അറിഞ്ഞിരിക്കണമെന്നില്ല. കാരണം അവർ ജസ്റ്റ് കണക്ട് ചെയ്ത് തരുന്നു. ഇപ്പം ഓഫീസിലാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ നമുക്ക് പാസ്വേഡ് കണക്ട് ചെയ്ത് തരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് കണക്ട് ചെയ്ത് തരുന്നു. അല്ലാതെ നമുക്ക് ആ പാസ്വേഡ് ആരും തരാൻ സാധ്യതയില്ല. പ്രവാസി സുഹൃത്തുക്കളുടെ കാര്യം നോക്കിയാൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ. കാരണം ഒട്ടുമിക്ക പ്രവാസി സുഹൃത്തുക്കളും ഷെയർ വൈഫൈ യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു മിനിമം തുക കൊടുത്തിട്ട് അങ്ങനെയായിരിക്കും കൂടുതൽ ആൾക്കാരും വൈഫൈ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അബദ്ധവശാലും നമ്മുടെ ഫോണിൽ നിന്ന് പാസ്വേഡ് ഫോർഗോട്ടായി പോയാലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മുടെ മറ്റൊരു മൊബൈലിലേക്ക് വൈഫൈ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ നമുക്ക് ഈ വൈഫൈയുടെ പാസ്വേഡ് അറിയാത്തതൊന്നും സാധിക്കത്തില്ല. കാരണം ഈ നമുക്ക് വൈഫൈ തരുന്ന ആൾക്കാർ നമുക്ക് പാസ്വേഡ് തരില്ല, ജസ്റ്റ് നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഓൾറെഡി കണക്റ്റ് ആയിരിക്കുന്ന വൈഫൈയുടെ പാസ്വേഡ് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കണ്ടുപിടിച്ച് അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമ്മുടെ ഫോണിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു ഫോണിലേക്കോ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഒരു ചെറിയ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് വൈഫൈയുടെ പാസ്വേഡ് ക്രാക്ക് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ആദ്യം തന്നെ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ പേര് QR കോഡ് റീഡർ എന്നാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു QR കോഡ് സ്കാനർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൽ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിത് മിനിമൈസ് ചെയ്യാം. മിനിമൈസ് ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ കണക്റ്റ് ആയിരിക്കുന്ന വൈഫൈ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ വരുന്ന പുതിയ മോഡൽ ഫോണുകളിലൊക്കെ നമ്മുടെ വൈഫൈ കണക്ട് ചെയ്തതിൻ്റെ മേളിലായിട്ടൊരു QR കോഡ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ വെച്ചിട്ട് QR കോഡ് സ്കാൻ ചെയ്യുകയാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫോണിൽ കണക്ട് ചെയ്തിരിക്കുന്ന QR കോഡ് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ആപ്ലിക്കേഷൻ വെച്ച് സ്കാൻ ചെയ്യുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പോസിബിളാണ്. അപ്പോൾ അതിനായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാനാണ്. അപ്പം നമുക്കൊരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അത് റീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ആദ്യം വരുന്നത് ഒരു ക്യാമറയുടെ ഓപ്ഷനാണ്. നമുക്ക് ആ ആപ്ലിക്കേഷനിലോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ഒരു ക്യാമറയാണ്, നമ്മുടെ ബാക്ക് ക്യാമറയാണ് കാണുന്നത്. അപ്പോൾ അതൊരു QR കോഡ് റീഡറായിട്ടാണ് അത് ഇപ്പം പ്രവർത്തിക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പം നമ്മുടെ കൂട്ടുകാരുടെ മൊബൈലിൽ നിന്നൊരു പാസ്വേഡാണ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അവരുടെ ഫോണിൽ കണക്ട് ചെയ്തിരിക്കുന്ന വൈഫൈ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ആ QR കോഡ് ഈ ക്യാമറ വെച്ചിട്ട് സ്കാൻ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം എൻ്റെ ഫോണിൽ തന്നെ ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ സാധിക്കില്ല. അപ്പം നമ്മൾ ഓൾറെഡി ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ മേലൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും, ഇമേജിൻ്റെ. അപ്പോൾ ആ ഇമേജിൽ പ്രസ് ചെയ്യുക. ഇമേജിൽ പ്രസ് ചെയ്ത് ഗാലറി സെലക്ട് ചെയ്ത് നമ്മളിപ്പം ഡൗൺലോഡ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച ആ QR കോഡ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് മേളിൽ ടിക്ക് കൊടുക്കുക. ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന താമസം നമുക്ക് ഒരു 10 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് ആ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്ന വൈഫൈയുടെ പാസ്വേഡ് നമുക്കിവിടെ ഡിസ്പ്ലേ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം മൊബൈലിൽ കണക്ട് ചെയ്തിരിക്കുന്ന വൈഫൈയുടെ പാസ്വേഡ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ 1 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ ഫോണിലോ കണക്റ്റ് ആയിരിക്കുന്ന നമുക്ക് വൈഫൈയുടെ പാസ്വേഡ് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.